I feel I have lived all my 7 lives in these 8 months. ആഴക്കടൽ ഇന്നും നമുക്ക് അത്ഭുതമാണ്. വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും മാത്രം നമ്മൾ കണ്ട കടലിനെ നേരിട്ട് കണ്ടും അനുഭവിച്ചും ദിൽറോ സഖ്യം ഒടുവിൽ തീരവണിഞ്ഞു. ഇന്ത്യക്കിത് ചരിത്ര നേട്ടം, മലയാളക്കരയ്ക്കിത് അഭിമാന നിമിഷം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 2-നാണ് ഗോവയിലെ നേവൽ ഓഷ്യൽ സെയിലിംഗ് നോഡിൽ നിന്നും മലയാളിയായ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയും ലഫ്റ്റനന്റ് കമാൻഡർ രൂപയും സമുദ്ര പര്യടനം ആരംഭിച്ചത്. 239 ദിവസം നീണ്ട കപ്പൽ യാത്രയിൽ 3 സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ച ഇവർ 4 ഭൂഖണ്ഡങ്ങളും 3 ഗ്രേറ്റ് മുനമ്പുകളും കടന്ന് ഒടുവിൽ ഇന്ത്യൻ തീരം തൊട്ടു. പിറന്നത് പുതുചരിത്രം. ബാഹ്യസഹായമില്ലാതെ പായ്ക്കപ്പലിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ ജോഡിയായി ദിൽറോ സഖ്യം. കൊടും തണുപ്പിനെയും 20 അടി തിരമാലകളെയും അതിജീവിച്ച 8 മാസം 25,400 നോട്ടിക്കൽ മൈൽ സമുദ്ര പര്യടനം പൂർത്തിയാക്കിയ നാവികരുമായി INS തരിണി മെയ് 29-ന് ഗോവയിലെ മോർമുഗാവോ തുറമുഖത്ത് നങ്കൂരമിട്ടു. ആ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തുറമുഖത്തുണ്ടായിരുന്നു. ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു ഇത്. അച്ഛൻ ഇന്ന് എന്നോടൊപ്പമില്ല, പക്ഷേ യാത്രയിലുടനീളം അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടെന്ന് മകൾ പറഞ്ഞു. മകളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അമ്മ വേദിക്കരികിൽ തന്നെയുണ്ടായിരുന്നു. മകളുടെ നേട്ടത്തിൽ അവർ സന്തോഷം പങ്കുവച്ചു. പൂർണ്ണ മനസ്സോടെയല്ല മകളെ ദൗത്യത്തിന് അയച്ചതെന്നും ദിൽനയുടെ നിശ്ചയദാർഢ്യത്തിൽ വിശ്വാസമുണ്ടായിരുന്നതായും അവർ കൂട്ടിച്ചേർത്തു. അച്ഛന്റെ ആ ഒരു സ്വപ്നം പോലെ തന്നെ മകൾ എല്ലാ കാര്യത്തിലും വിജയിച്ചു വന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലാതെ എതിർത്തിരുന്നു, ഞങ്ങൾ ആർക്കും താല്പര്യമൊന്നുമില്ലായിരുന്നു എങ്ങനെ പോകുന്നത്. പിന്നെ അവർക്ക് പോകണം എന്നുള്ള നിർബന്ധമായി. ആ സമയത്ത് ഞങ്ങള് സമ്മതിച്ചു, എന്തായാലും ട്രെയിനിങ് അല്ലേ, അപ്പൊ ട്രെയിനിങ്ങിനൊക്കെ പോയി വരട്ടെ, പിന്നെ അത് കഴിഞ്ഞാൽ അവള് താനെ വേണ്ടാന്ന് പറയൂ. അപ്പം പക്ഷെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു വന്നു, എല്ലാത്തിലും കഴിഞ്ഞു വന്നു. പക്ഷെ അവർക്ക് പിന്നെയും പോകണം എന്നുള്ളൊരു ചിന്ത തന്നെയായിരുന്നു ഉള്ളത്. പിന്നെ അവളെ ഇഷ്ടല്ലേ, അന്നിപ്പം ഞങ്ങൾക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല. നേട്ടത്തിൽ അഭിമാനമെന്നും ദിൽന തനിക്കെന്നും പ്രചോദനമായിരുന്നുവെന്നും സഹോദരി. ചെറുപ്പം മുതലാണെങ്കിൽ പോലും എല്ലാം ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ, എന്റെ കൂടെ കളിക്കാൻ വരാണ്ട് മരം കയറാൻ പോവാം. പിന്നെ അതേപോലെ ക്രിക്കറ്റ് കളിക്കുക ബോയ്സിന്റെ കൂടെ. അവിടെ വീടിന്റെ അടുത്ത് കുറച്ച് ബോയ്സ് ഉണ്ടാവും, അവരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുക. അങ്ങനെയൊക്കെ ഉള്ളൊരു വേറൊരു ടൈപ്പായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ആണല്ലോ. പക്ഷെ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റണമെന്നോ അല്ലെങ്കിൽ അതിനുള്ളൊരു കോൺഫിഡൻസോ ധൈര്യമോ എല്ലാം വരണമെന്നോ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലതും കാണുമ്പോൾ നമുക്ക് തന്നെ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് കാണുമ്പോൾ ഗൂസ് ബംസ് എനിക്ക് തന്നെ വരാറുണ്ട്. അപ്പൊ അതില് ഞാൻ ഭയങ്കര പ്രൗഡാണ് സത്യം പറഞ്ഞാൽ. മാതൃഭൂമി ന്യൂസ് വെബ് ഡെസ്ക്, തിരുവനന്തപുരം.